ബിസിനസ് ഇസ്ലാം വളരെയധികം ഇഷ്ടപ്പെട്ടൊരു സംഗതിയാണ്, റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ള സംഗതിയാണ്. പക്ഷേ യഥാർത്ഥ ബിസിനസ്സുകാരനാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കനപ്പെട്ടൊരു ഹദീസാണ്. ഇന്ന തുജാറ, തീർച്ചയായിട്ടും ബിസിനസ്സുകാർ, കച്ചവടക്കാർ, വ്യാപാരികൾ, ഹുമുൽ ഫുജാർ, അവരിൽ നിന്ന് ചില ആളുകൾ എന്താണ്, ഫുജാറാണ്, വളരെ മോശപ്പെട്ടവരാണ്. ചില ആളുകളുടെ, എല്ലാവരും ഇല്ല, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഫുജാറായിരിക്കുന്ന വിഭാഗം, അള്ളാഹ് ഇഷ്ടപ്പെടാത്ത ആ കൂട്ടത്തിൽ ഉള്ള ബിസിനസ്സുകാരനാവരുത് നമ്മൾ. അപ്പോഴേ നമ്മൾ കച്ചവടത്തിൽ ബർക്കത്ത് ഉണ്ടാവുള്ളൂ. ഇതങ്ങട്ട് റസൂലുള്ളാഹി പറഞ്ഞപ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖീല യാ റസൂലല്ലാഹ്, സഹാബാക്കൾ ഉടനെ ചോദിക്കാക്കൂലല്ലോ, കാരണം ഒക്കെ കച്ചവടമുള്ള ആളുകളുണ്ട്. സഹാബാക്കൾ കൂട്ടത്തിൽ പ്രമുഖരായ ശതകോടീശ്വരന്മാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരിങ്ങനെ കിട്ടും കൊടുക്കും, ഓരോന്നിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഫഖീല യാ റസൂലല്ലാഹ് അലൈസ ഖദ് അഹല്ലല്ലാഹുൽ ബൈഅ, ഒരു ചോദ്യം സഹാബാക്കൾ ചോദിക്കുക, എല്ലാ നബിയെ, കച്ചവടം അള്ളാഹ് ഹലാലാക്കിയ ഒരു സംഗതിയല്ലേ? അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, നഅം, അതെ, അള്ളാഹു ഹലാലാക്കിയ സംഗതി തന്നെയാണ് കച്ചവടം. വലാകിന്നഹും യഹ്ലിഫൂന ഫയസ്മൂന വയുഹദ്ദിസൂന ഫയക്ദിബൂൻ. അതാണ് റസൂലുള്ളാഹി പറഞ്ഞ മറുപടി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ, പക്ഷേ വലാകിന്നഹും യഹ്ലിഫൂന, അവരിങ്ങനെ സത്യം ചെയ്യും, വല്ലാഹി അള്ളാഹുവിന് സത്യം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മാത്രമല്ല ഫയസ്മൂന, അങ്ങോട്ട് എല്ലാ തോന്നിവാസവും കച്ചറയും കൊതുകുലും വേണ്ടാത്തരങ്ങളും കുറ്റങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും ചെയ്യും. മാത്രമല്ല വയുഹദ്ദിസൂന ഫയക്ദിബൂൻ, അവർ ഭയങ്കരമായിട്ട് സംസാരിക്കും. ഫയക്ദിബൂൻ, എന്നിട്ട് കളവ് നല്ല പറയുകയും ചെയ്യും. കച്ചവടക്കാർ കളവ് പറയുമ്പോൾ നമുക്ക് അവിടുന്ന് പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ വിശ്വാസം ഉണ്ടാവില്ലല്ലോ. കാരണം അദ്ദേഹം തരുന്ന പ്രൊഡക്റ്റിൽ കംപ്ലൈൻ്റ് ഉണ്ടോ, അത് നിലനിൽക്കുമോ, അത് നമുക്ക് ഉപകാരപ്പെടുമോ എന്ന് നമുക്കൊരു ഉറപ്പില്ല. അതാണ് ഇവിടെ പറയുന്നത്. അയാൾ യുഹദ്ദിസൂന, അയാൾ സംസാരിക്കുമെന്ന് പറഞ്ഞാൽ അയാളുടെ കടയിലുള്ള പ്രൊഡക്റ്റിനെ സംബന്ധിച്ച് അയാൾ വാചാലമായിട്ട് സംസാരിക്കുക ആൾക്കാരോട്. ഇത് അങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്, ഇത് ഭയങ്കര ഉഷാറാണ്, സംഭവമാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും. എന്നാൽ ഫയക്ദിബൂൻ, അദ്ദേഹം കളവും പറയും. അപ്പോൾ ആ സംസാരമൊക്കെ ചിലപ്പോൾ കളവായിരിക്കും. കളവ് പറഞ്ഞുകൊണ്ട് കച്ചവടം ചെയ്യുന്നവരെയാണ് ഈ സൂചിപ്പിക്കുന്നത്. അപ്പോൾ കച്ചവടക്കാരൻ കളവ് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റ് വിൽപ്പന നടത്തിയാൽ ഹുമുൽ ഫുജാർ, ഈ ഫാജിരീങ്ങളായ അല്ലെങ്കിൽ മോശപ്പെട്ടവരായ ദുഷ്ടന്മാരായ അല്ലെങ്കിൽ തോന്നിവാസികളായ കച്ചവടക്കാരുടെ ലിസ്റ്റിൽ പെടുക.